നിഴൽക്കുത്ത് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് സിംപോസിയം സംഘടിപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയും കരുനാഗപ്പള്ളി പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായാണ് സിംപോസിയം സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ വി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയും കരുനാഗപ്പള്ളി ശ്രീ പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായാണ് നിഴൽക്കുത്ത് ആട്ടക്കഥ സിംപോസിയം സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തോന്നിയത് ഇവിടെ നമ്മുടെ ഈ ഒരു പ്രദേശം, ഒരു ഓണട്ടുകര പ്രദേശം എന്നത് ഒരു കാലഘട്ടത്തിൽ കഥകളിയുടെ ഒരു ഈറ്റില്ലമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ശൂരനാട് പോരുവഴി ഭാഗങ്ങളിലൊക്കെ ധാരാളം ആശാന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോരുവഴിയിൽ ശ്രീകൃഷ്ണ വിലാസം കളിയോഗം ഇന്നും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കളിയോഗമാണ് ശ്രീകൃഷ്ണ വിലാസം കളിയോഗം. പക്ഷെ ഇന്ന് കഥകളിക്കാരില്ല. ആകെ അവശേഷിക്കുന്നത് ആ കളിയോഗം മാത്രമാണ്. കഥകളി പഠിച്ചവരാരും ഇന്ന് പോരുവഴിയിലോ ശൂരനാട്ടോ ഒക്കെ വളരെ കുറച്ച് പേര്, ഇഞ്ചക്കാട് രാമചന്ദ്രൻ പിള്ള അങ്ങനെയൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ വളരെ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കഥകളി പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിനുള്ള കഥകളി സംസ്കാരത്തിന് വേണുമാഷൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. വളരെ വളരെ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കഥകളി സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജാതികൾക്ക് അതീതമായിട്ട് ഈ ഒരു സംസ്കാരത്തെ കൊണ്ടു നടന്ന ഒരു ചരിത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് മാവേലിക്കര, കാർത്തികപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ ഈഴവ സമുദായത്തിനും മറ്റ് ദളിത് സമൂഹങ്ങൾക്കും അതേപോലെ തന്നെ അരയ സമുദായത്തിനും ഒക്കെ ഒരു കഥകളി സംസ്കാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. മുഖ്യ രക്ഷാധികാരി കുരുമ്പോലിൽ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി റീജിയണൽ സെക്രട്ടറി സാബു കോട്ടിക്കൽ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കരുനാഗപ്പള്ളി വ്യാസ കഥകളി ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി കണ്ണൻ കന്നേറ്റി, ആട്ടക്കഥ രചയിതാവ് മധു വാരണാസി, ശ്രീ പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം കലാമണ്ഡലം പ്രശാന്ത്, ജൂറി ചെയർമാൻ സന്തോഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.